ഇതല്ലേ നെയ്ക്കുമ്പളങ്ങ. അപ്പോൾ ഇവിടെ മോര് കറിക്ക് ഇവിടുത്തെ കുമ്പളങ്ങയൊക്കെ തീർന്നു. അപ്പോൾ കുമ്പളങ്ങ മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. കുമ്പളങ്ങയാണ് അങ്കിളിന് ഏറ്റവും ഇഷ്ടം മോര് കറി ഉണ്ടാക്കാനായിട്ട്. കാര്യമായിട്ട് കുമ്പളങ്ങ കൊണ്ടുവന്ന് എന്നും പറഞ്ഞു തന്നു. ഇത് ഇച്ചിരി ഉള്ളൂ. ഇതേ ഒരു കയ്യിൽ പിടിക്കാവുന്ന സംഭവമേ ഉള്ളൂ. ഇത് ഒരു വലിയ മാങ്ങയുടെ അത്ര. അപ്പോൾ എന്നോട് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു, നീ അന്വേഷിച്ച കുമ്പളങ്ങ തേന നെയ്ക്കുമ്പളം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തിരിവ് വന്നത് കൊണ്ടുവന്ന് വിറ്റത് ആയിരിക്കുന്നത്. അപ്പം ഞാൻ പറയാ, ചേട്ടൊന്നും മിണ്ടാണ്ടിരി, ഇതും തൊട്ടത് ഇത് തിരിവ് കുമ്പളങ്ങയായിരിക്കുമെന്ന് ഞാൻ പറയണം. അപ്പം എന്നോട് പറഞ്ഞു, അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എല്ലാവരും ഇങ്ങനത്തെയാണ്, കുറേ ഉണ്ട്, എല്ലാവരും ഈ മോഡൽ, ഇതിലും വലിപ്പമുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനിത് അന്വേഷിച്ച് നടന്നതാണ്. നെയ്ക്കുമ്പളം, അതായത് അത് ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും അവിടെ ഇവിടെയൊന്നും ഇത് കണ്ടിട്ടില്ല, ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം, ഇതിന് വില കൂടുതലാണ്, ഇത് ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. കുഷ്മാണ്ഡ രസായനം ഉണ്ടാക്കുന്നത് ഈ കുമ്പളങ്ങ വെച്ചിട്ടാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. കുഷ്മാണ്ഡ രസായനം, അങ്ങനെയാണ് പേര് ഞാൻ കേട്ടത്. എപ്പോഴും ഓർത്തിരിക്കേണ്ട പേരൊന്നും അല്ലല്ലോ അത്, നമുക്കൊന്നും അങ്ങനെ ആവശ്യമുള്ളൊരു പേരല്ലല്ലോ. അപ്പം ഇത് വെച്ചിട്ട് ഞാനിന്ന് കുമ്പളങ്ങ കറി മോര് കറി ഉണ്ടാക്കണം. ഒന്നുകൂടി ഓർത്തുകൊട്ടെ, കുഷ്മാണ്ഡ രസായനം തന്നെയാണ്. അപ്പോൾ ഇത് നെയ്ക്കുമ്പളം ആണ് ഞങ്ങളുടെ കൃഷി എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ എനിക്ക് കമൻ്റ് ഇട്ടതിൽ നിന്നും ഞാൻ അവരുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അവരോട് ഞാൻ കുറേ വിശദമായിട്ട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിന് വില കൂടുതലാണ്, ഇതങ്ങനെ ഇങ്ങനെ ആരും അധികം കൃഷി ചെയ്യുന്നില്ല, ഈ രസായനത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നുള്ളത് അങ്ങനെ അറിഞ്ഞതാണ് കേട്ടോ. ഞാനത് ഇത് മുറിച്ച് കാണിക്കാം. ഞാനും കണ്ടിട്ടില്ലല്ലോ ഇത് എങ്ങനെയാണെന്ന്. പക്ഷെ വിത്തെടുക്കാനുള്ള മൂപ്പായിട്ടില്ല. അത് പ്രത്യേകത നമുക്ക് കാഴ്ചയിൽ കാണുന്നത് ഉരുണ്ടിരിക്കുള്ളൂ, ചെറുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങ കറി ഇപ്പം ഉണ്ടാക്കട്ടെ കേട്ടോ. ഒട്ടും കനം വെച്ചിട്ടില്ല. കുമ്പളങ്ങ കഴുകി വാരി വെച്ചു. പറയട്ടെ കേട്ടോ, കുമ്പളങ്ങ ഒരു കറി ഉണ്ടാക്കാമാണ്. പച്ചമുളക് അരിയിട്ടുണ്ട്, ഇനി കറിവേപ്പില ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി ഇടുന്നുണ്ട് ഒരു കളറിന്. ഇതിന് എരിവില്ലാത്ത മുളക്, അല്ലെങ്കിൽ പിന്നെ പച്ചമുളകിൻ്റെ എരിവ് മതിയായിരുന്നു. പിന്നെ ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാൻ പാടും. ആ കുമ്പളങ്ങ വേകുമ്പോഴത്തേനും നമുക്ക് ഒരു തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് ഒരു പിഞ്ച് ജീരകമുണ്ട്, അതുപോലെ തന്നെ ഒരു പിഞ്ച് മറ്റേ കടുകിട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് വേണ്ടെങ്കിൽ അതിടണമെന്നില്ല കേട്ടോ. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മഷി പോലെ അരച്ചു കൊണ്ടുവരാം. അപ്പം ഞാനത് അരയ്ക്കുന്നത് ഇത് തൈര് ആയിരുന്നു, ഉടച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി വച്ചിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ മേലേ ഉള്ളത് വെണ്ണയാണ്. വെണ്ണ ഇത് വെണ്ണയാണ്. ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലെ മോരാണ് ഇതിലേക്ക് ചേർത്ത് അരയ്ക്കുന്നത്, തേങ്ങയിലേക്ക്. കുറച്ച് മുൻനിർത്തിയിരുന്നതാട്ടോ. കുമ്പളങ്ങ വേവായി. നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മോര് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത്. പുളി നോക്കാം, ഉപ്പ് നോക്കാം, വെള്ളം നോക്കാം. അതൊക്കെ അവരവരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഈ ഓഫ് ചെയ്തിട്ട് കടുക്, ഉലുവ,
വറ്റൽമുളകൊക്കെ പൊട്ടിച്ച് ചേർക്കാം. ഇതിന് പുളിയും ഉപ്പും എല്ലാം പാകമാണ്. നറുനെയ്യും വെളിച്ചെണ്ണയും സമാസമം ചേർത്താണ് ഈ കാച്ചണ കേട്ടോ. ഉലുവ, ഇതിലേക്ക് ചേർക്കാം. കാച്ചിയിട്ട കറി. ബീഫ് വറുത്തരച്ച് വെക്കാമെന്ന് കരുതി തേങ്ങ വറക്കുന്നതാണ്. ഈ തേങ്ങ വറക്കുന്നേക്കടെ ഞാൻ കറുകപ്പട്ട ഒരു ചെറിയ പീസ് മുറിച്ചിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറ് ആകുന്നത് വരെ വറക്കണം. ബീഫ് കറി ഉണ്ടാക്കാണ്. ബീഫ് കറി സവാളയാണ് കേട്ടോ ഞാൻ ഈ അരിയുടെ. സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വറുത്ത മല്ലിപ്പൊടി, വറുത്ത മുളക് പൊടി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പൊടി വറുത്തിടുന്നത്, വറുത്ത പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിനാണ് ടേസ്റ്റ് എനിക്ക് കൂടുതൽ. മറ്റേതിനൊരു പച്ച ചുവ നിൽക്കും. മല്ലിപ്പൊടി ആകുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ വറുത്തേ ഇടാറുണ്ട്. അപ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി ഒക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. കുറച്ച് ഇറച്ചിയേ ഉള്ളൂ. നോമ്പ് പിടിക്കുന്നതിന് മുമ്പ് തീർത്തും വെക്കണമല്ലോ, അപ്പോൾ കിടക്കട്ടെ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ പാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കാണ്. സ്വന്തം തേങ്ങ. ഇതൊക്കെ കൂട്ടി അവിടെ തീരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. അതാണ് അങ്കമാലി കറികളുടെയൊക്കെ സവിശേഷത. കറിവേപ്പില ഇടുന്നു. ഇന്നലെ പുറത്തു വെച്ചാർന്നത് ഇലക്ക് ഇച്ചിരിയൊക്കെ വട്ടം തട്ടി തുടങ്ങി. അത് ഞാനൊന്നും അങ്ങോട്ട് തിരുമ്പട്ടെ, എന്നിട്ട് പിന്നെ തക്കാളി. മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഒരു പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. വറുത്തപ്പത്തിരി അങ്ങോട്ട് വറുത്തു എന്നുള്ളൂ. പിന്നെ പോരാന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ കഴുകി വെച്ചേക്കണ ഇറച്ചി ഇടാം. മണം പോവാതെ മൂടി വെക്കാം.
കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടപ്പത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അടപ്പത്ത് വയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടതില്ല. അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ചെറിയ തീയിലിട്ട് വേവിച്ച് പിന്നെ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടത്തരം തീയിലിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി. എന്നിട്ടും വെന്തില്ലെങ്കിൽ വെള്ളം ചേർത്താൽ മതിയാവും. ഉണ്ടല്ലോ. അപ്പോൾ അതവിടെ മൂടി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ കൂട്ടി തിരുമ്മി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി അത് ഞാൻ അടപ്പത്ത് വെക്കാൻ പോവുകയാണ്. ബീഫ് തിളച്ചപ്പോൾ വെള്ളം കണ്ട ഇതുപോലെ വെള്ളമുണ്ട്. ഇത് ഓട്ടക്കയിലാണ് കേട്ടോ. കണ്ടോ, ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി. ഇനി നമുക്കൊരു അല്പനേരം വരെ ഇങ്ങനെ വലിയ തീയിലാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. ചെറിയ തീയിൽ ആക്കിയിട്ടാൽ മതി. അപ്പോൾ ഈ വെള്ളം വറ്റുമ്പോഴത്തേനും നമ്മുടെ ഇറച്ചി വേവായിരിക്കും. അപ്പം ഞാൻ ചെറിയ തീയിലേക്ക് ആക്കുകയാണത്. വെള്ളം മേലെ പിഴിഞ്ഞു വെച്ചിറച്ചത്. ബീഫ് കറി റെഡിയായി. വെള്ളമൊന്നും പിന്നീട് ചേർക്കേണ്ടി വന്നില്ല. ആ വെള്ളത്തിൽ തന്നെ വെന്ത് പാകമായി. ഇതിനകത്ത് ഇത്തിരി തേങ്ങ വറുത്തരപ്പും കൂടി ചേർത്തിരുന്നു കേട്ടോ. തക്കാളിയും ഞാൻ ചേർത്തിരുന്നു. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.